നഗരസഭയിലെ വാർഡുകളിലെ ഏതെല്ലാം ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് ക്യാമ്പുകൾ നടത്താൻ പറ്റിയെങ്കിൽ അതിനുള്ള ഡേറ്റുകൾ കൗൺസിലേഴ്സ് നമുക്ക് തരികയാണെങ്കിൽ അലോപ്പതി, ഹോമിയോ, ആയുർവേദത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ക്യാമ്പുകൾ നടത്താൻ അവര് ഡോക്ടേഴ്സ് സമ്മതമാണ്. അപ്പൊ ആ ഒരു കാര്യം പിന്നെ മറ്റു കാര്യങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. വേറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്റെ പറയാനുള്ളത് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപായിട്ട് അവിടെ അന്വേഷണത്തിന് വന്ന് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിരുന്ന കുറച്ചു പേരെ നമ്മുടെ കൗൺസിലേഴ്സിന്റെ ഭാഗത്തു നിന്ന് അവരെ ഒരു വിമർശിക്കുന്ന തരത്തിലെ പറഞ്ഞുകൊണ്ട് അവരപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടേഴ്സ് ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പറയണ്ടായി, വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് കുന്നോളം നഗരസഭയുടെ കൗൺസിലേഴ്സ് വന്നിട്ട് അന്വേഷണത്തിന് വന്ന ഡോക്ടർമാരെ തടയുകയും PMO എന്നൊക്കെ കൂടി വന്നുള്ള ആ ഒരു സംഘത്തെ തടഞ്ഞ് മോശമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സിന് പറയാനുള്ളത് അവരെ കൂടി അപമാനിക്കുന്ന തരത്തിലായിരുന്നു അവിടെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ. കാര്യം കുറെ പോരായ്മകൾ താലൂക്ക് ആശുപത്രിക്കുണ്ട്. അതെല്ലാ ഗവൺമെന്റ് ആശുപത്രികൾക്കും ഉള്ളത് തന്നെയാണ്. മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത തരത്തിലാണ്. കഴിയാവുന്ന തരത്തിൽ ഡോക്ടേഴ്സ് അവിടെ ഇരുന്നുകൊണ്ട് വരുന്ന രോഗികളെ മുഴുവൻ നോക്കിക്കൊണ്ട് തന്നെയാണ് 2:30-3 മണി ആയാലും അവർ പോകുന്നത്. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കുറവ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെപ്പറ്റി അതുപോലെ ഒരു സമരം BJP നടത്തേണ്ടായിരുന്നു. വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. കാരണം ആശുപത്രിയുടെ കാര്യങ്ങൾ നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ മോശമായെന്നാണ് എനിക്ക് പറയുന്നത്. ആശുപത്രിയിൽ പോരായ്മകൾ ഉണ്ടെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ സമർപ്പിച്ചു. പക്ഷേ അതിന്റെ പരിപൂർണ അധികാരി എനിക്കാണ് എന്ന് ഈ പല്ല് ഉത്തരം ചുമക്കുന്ന മാതിരി എടുത്തിട്ട് കാര്യമില്ല. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് പരിധികളുണ്ട്. ആ പരിധികൾ വെച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ അല്ലേ? അല്ല മുഴുവൻ ഈ ആരോഗ്യ സെക്രട്ടറി ചെയർമാന്റെ കീഴിലാണ് ആശുപത്രിയുടെ മുഴുവൻ പ്രവർത്തനം നടക്കുന്നത്. ആണോ? പോരായ്മകൾ കണ്ടാൽ അത് ഇടപെടും. അത് ആരാണ് നോക്കിയിട്ടല്ല ഇടപെടുന്നത്? 1000 ചില്ലാനം ഒന്ന് OP ടിക്കറ്റാണ്. 1000 ചില്ലാനം OP ടിക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോഴല്ല അവർ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്തുന്നതല്ല നമ്മൾ എഴുതുന്നത്. പരിശോധിച്ച് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. എന്തെങ്കിലും പോരായ്മ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. അത് ഈ OP ടിക്കറ്റിൽ വന്നിട്ടുള്ള രോഗികളെ നോക്കിയതിന് ശേഷം മതിയെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരെ പരിശോധന നടത്തണ്ടെന്നൊന്നും പറഞ്ഞില്ല. പരിശോധന നടത്തിയിട്ട് ഈ നഴ്സുമാരും ഡോക്ടർമാരെയും വിളിച്ചിട്ട് നമ്മൾ വിശദീകരിക്കേണ്ട. OPയിൽ ഡോക്ടർമാരില്ല. അതൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ അധികം കൊള്ളാവുന്നത്? എന്താ ആകെ സംഭിച്ചു. അവർ കാശായിട്ട് വന്ന മാതിരിയാണ് പറയുന്നത്. ഈ നഗരസഭ ഈ ആശുപത്രിയുടെ വികസനത്തിന് ഒരു 10-25 കോടി കേസിലിട്ടിട്ട് വന്നിട്ടുള്ള മാതിരിയാണ് അവർ പറയുന്നത്. സൂപ്രണ്ടായിട്ട് വരുന്നത്. സൂപ്രണ്ടായിട്ട് ആയിട്ടില്ല ആശുപത്രിയില് ഉണ്ടാ. ഇതിനൊന്നും അത്രമാത്രം വികാരമുള്ള കാര്യമില്ല. അതിനേക്കാൾ മോശമായ രീതിയിൽ പല പ്രതികരണങ്ങളും പ്രതികരിക്കുന്നുണ്ട്. ഇത് നാട്ടിലെ പനിച്ച് വരച്ച് ഡെങ്കിപ്പനിയാണ്, വെള്ളം കെട്ടി നിൽക്കുന്നു. ഇതല്ല പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു വീഴ്ച നിങ്ങൾക്ക് എന്താ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? ഞങ്ങളതിന് എന്ത് പറഞ്ഞു? ഞങ്ങളാണ് വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പരിശോധന നടത്തുക. പരിശോധന നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ രോഗികളെ നമുക്ക് ഡോക്ടർമാരെ ഒപ്പിക്ക് വിടും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം നിങ്ങളിപ്പോ ഇവിടെ ഈ പരിശോധന നടത്തിയിട്ട് ഈ ആശുപത്രിയിൽ ഇപ്പോ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ലെവലിൽ വരുന്നത് നിങ്ങളതിന് പറഞ്ഞില്ല. അത് പറയുമ്പോഴേക്കും ഞാനാണ് നിന്ന് നടത്തിപ്പാരി. എനിക്കതിന്റെ മോശം. ഡോക്ടർമാരോട് എനിക്ക് ഡ്യൂട്ടിക്ക് വരില്ല. എത്ര ഡോക്ടർമാരുണ്ട് അവിടെ? അങ്ങനത്തെ പല സംഭവങ്ങളുണ്ടാവില്ലേ? അപ്പൊ ഞങ്ങളതുകൊണ്ട് പറയുമ്പോഴേക്കും പ്രതികരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിന് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡോക്ടർമാരുടെ ആവശ്യമാണ്. അത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയാണ് ഇങ്ങനെ ഒറ്റ ഡോക്ടർമാരില്ലാത്ത അവിടെ 1000 ചില്ലാണ് അന്നത്തെ OP ടിക്കറ്റ്. അതിന് OPക്ക് ആർക്കെടുക്കാനാണ് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് 3 മണിക്ക് ശേഷം നമുക്ക് ഇവരെ വിളിച്ച് ചർച്ച ചെയ്യാം. അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇത്ര മാത്രം ഈ പറഞ്ഞ മാതിരി എല്ലാം എന്റെ കീഴിലാണ്, എല്ലാം ഞാനാണ് നിയന്ത്രിക്കണേ. അങ്ങനെ ഡോക്ടർമാര് പരാതി പറയുന്നത്. ഡോക്ടർമാർക്ക് എന്താ പരാതി? ഡോക്ടർമാരെ പരാതി കേൾക്കാനല്ല നമ്മളിരിക്കുന്നത്. ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകളെ പരാതി കേൾക്കുന്നതാ. അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ല ഡോക്ടർമാരെ പരാതി കേൾക്കലെല്ലാം നമ്മുടെ പണി. ഡോക്ടർമാർ നിങ്ങളുടെ കീഴിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ അവരെ കൊണ്ട് അനുസരിപ്പിക്കണം. ഈ കൗൺസിലിന്റെ കീഴിലാണ് നഗരസഭ ആശുപത്രി എന്ന് പറയുന്നു. അപ്പൊ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് എന്തെങ്കിലും കുറ്റവും അവർ കുറവുകൾ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞ എന്താ തടയാൻ കൊള്ളാവുന്നത്? എന്താ വിഷയം? എന്താ നിങ്ങൾ ആരെയും നിങ്ങൾ മോശമാക്കിയിട്ട് വേറെ തരത്തിൽ പറഞ്ഞില്ല. നിങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പോരായ്മകളുണ്ട്. എത്ര കമ്മിറ്റിയുടെ പോരായ്മകൾ ഒക്കെ നടക്കുന്നില്ലേ? എല്ലാം വൃത്തിയായിട്ട് നടക്കണ്ട. ആ പൈസ കൊണ്ടുപോയി നോക്കി വെള്ളം കെട്ട് അവിടെ പനി പിടിച്ചിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് പുഴു വന്നിട്ട് നിൽക്കുന്ന റോഡുകളിൽ
അങ്ങനെ ഒരുപാട് പോരായ്മകൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ആശുപത്രി കാര്യത്തിൽ വേറെ ആളൊന്നൊരു പോരായ്മ നിങ്ങൾക്ക് എത്ര കൊള്ളാണ്? നിങ്ങളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് പരാതി വരുന്ന പറയുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പല അഭിപ്രായങ്ങളും പല രീതികളുണ്ടാവും. അതൊക്കെ ഈ കൗൺസിലിന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രം നടത്തുന്നതൊക്കെ നടക്കില്ല. എല്ലാവരും പത്രമാധ്യമങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതാണ്. എനിക്കൊരു സന്തോഷം എന്താണെങ്കിൽ അന്നെങ്കിലും ബഹുമാനപ്പെട്ട കൗൺസിലർ ജന്മരാജ്യത്തിനുള്ളതൊന്നുണ്ട്. പോരായ്മകളുണ്ടെന്ന് പറയുന്ന ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ഉന്നത തലത്തിലുള്ള മെഡിക്കൽസിനെ അവിടെ വന്നത്. ഒരു 5 മിനിറ്റ് സമയം അത് ചർച്ച ചെയ്യാൻ വേണ്ടി ആശുപത്രിയിലെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് അറിയാം. ഏറ്റവും കൂടുതൽ ആ പോരായ്മകൾ അറിയുന്ന ആളുകൾ ആ ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിനെ 5 മിനിറ്റ് വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്നതിലേക്ക് കയറി ചെന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അവിടേക്കുള്ള ഉപകരണങ്ങളും മറ്റും ആ പാസ്സാക്കിയിട്ടത് ഇല്ലാതാക്കി 3 ദിവസം കൂടിയിട്ട് എന്ത് ചെയ്യാനും എടുക്കുന്നത്? ഇവരിതൊക്കെ പറഞ്ഞല്ലോ. വാർത്ത വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഇല്ലേ? വേറെ എത്ര ജനകീയ പ്രശ്നങ്ങളുണ്ട്. ഒരു മെഡിക്കൽ സംഘം ആശുപത്രിക്ക് വേണ്ട ഉപകരണങ്ങൾക്കും അവിടുത്തെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി പെയിന്റ് പോലും ചുമരുകൾ തൊട്ട് ഗവൺമെന്റ് ആശുപത്രി ഇങ്ങനെയല്ല ഉമ്മായി അടിക്കുക കയ്യിൽ ഇതായി അത്രയും കൃത്യമായി അതിന് ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി വന്ന ആളുകളെ ആ യോഗത്തിൽ അപമാനിച്ച പറഞ്ഞിട്ട് ആരെടുക്കല്ല ഞാൻ കൊടുത്ത് ഒരു കൗൺസിലർക്ക് എന്ത് തൊള്ള നോക്കിയാണ് ചെയർമാൻ കൊണ്ട് അന്വേഷിച്ച് ചോദിച്ചില്ല. നെഗറ്റീവ് കീഴിലല്ലേ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി. ഇതിന് വിശദീകരണം ചെയർമാൻ ചോദിക്കണം. എന്തുകൊണ്ടാണ് മെഡിക്കൽ സംഘത്തെ പറയിച്ചെന്നുള്ളത്? അത് ആശുപത്രി എല്ലാം തേങ്ങ അതിന് മുമ്പ് കടമൊക്കെ ഒന്നും വേണ്ടേ? കൗൺസിലറാണോ ജനകീയ ഇടപെടാം തോന്നിയ ശ്രമിക്കുന്ന രീതിയിൽ കൃത്യമായി അവർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ വന്നുള്ളത്. അവരെ നോക്കിട്ടാ ഈ വിഷയത്തില് ഇതിലിപ്പോ വിജുവിന് ആവേശം കൊള്ളേണ്ട കാര്യം ഇതിനകത്തില്ല. ഞാൻ പറയുന്നത് തന്നെ ഇതിനകത്ത് ഇത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമരം തന്നെയാണ്. അതിനെ അങ്ങനെ തന്നെ കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഈ 1200 OP കുന്നംകുളം നഗരസഭയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ സമരം നടത്തണമെന്നുണ്ടായതല്ല. കുറെ നാളുകളായി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് 1000-ൽ കൂടുതൽ OP ഉണ്ടെന്ന് ഇവിടുത്തെ എല്ലാ കൗൺസിലർക്കും അറിയാം. നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞില്ല. 1200ഓളം OP ഈ നഗരസഭയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് അവിടുത്തെ HMC കമ്മിറ്റിക്കും അതുപോലെ തന്നെ അവിടുത്തെ അതിന് ഗുണകരമായ കമ്മിറ്റികൾക്കൊക്കെ അറിയാം. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ അവിടെ അന്ന് 1200 OP ഉണ്ട്. ഡോക്ടർമാർക്ക് കുറവുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. ആ കുറവും ഇപ്പൊ ഉണ്ടായിട്ടുള്ളതല്ല. ആ കുറവ് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കുറവാ. ഇവിടെ ഈ സമരം നടത്തിയപ്പോ നമുക്ക് മനസ്സിലാവണം എന്താ കഴിഞ്ഞാല് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആശുപത്രിയുടെ എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അന്നത്തെ ദിവസം മുതൽ ഈ കൗൺസിലും അല്ലെങ്കിൽ അതിന്റെ ഭരണാധികാരികളും നിഷേധിക്കപ്പെട്ടു എന്ന നിലപാടുള്ള സമരമാണ്. അങ്ങനെ ഒരു സമരത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ? ഈ പറയുന്ന സമരക്കാരി ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പ്രവർത്തനമാണ് നടന്നത്? പരിശോധിച്ചു പോണതൊക്കെ വെറുതെ ചാനലുകൾ വരുമ്പോൾ സമരം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അവിടെ വന്ന് വെറുതെ വന്നതല്ല. നാഷണൽ ക്വാളിറ്റി അതുപോലെ തന്നെ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ വന്ന് വെറുതെ വന്നതല്ല. അവിടെ ഷാജി പറഞ്ഞ അവര് വരപ്പ അത് മനസ്സിലാക്കണം. അവര് വരിക രോഗികൾ നിറച്ചുള്ളപ്പോ അതുപോലെ തന്നെ അവിടെ പേഷ്യന്റ് OP നിൽക്കുന്ന ആളുകൾ നിറച്ചുള്ളപ്പോ അങ്ങനെ വരുമ്പോൾ ഒരു 15 മിനിറ്റ് സമയമാണ് അവർ വിളിച്ച് അവിടെ എന്ത് വേണം ആദ്യം ഡോക്ടർമാരെ ചർച്ച
രണ്ടാമത് രോഗികളുടെ അവരുടെ ചർച്ചയ്ക്ക് 50 ലക്ഷം രൂപയാണ് ഈ പറയുന്ന പ്രാഥമിക നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ട് പാസ്സാക്കിയിട്ടുള്ളത്. അവിടെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് പത്രക്കാർക്കറിയാം അവിടെ ഉണ്ടായുള്ള വിഷയങ്ങൾ എന്താവും. അതിനെ അങ്ങനെയൊന്നും കണ്ടിട്ട് പോകണ്ട. കാരണം കുറവുകൾ ഉണ്ടാകാം. ആ കുറവുകൾ ഉണ്ടാകുമ്പോൾ ഒരു ആശുപത്രിക്കകത്ത് ആശുപത്രി പഴയ ആശുപത്രി എന്നല്ലോ ഇപ്പോ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അത് ഉണ്ടാക്കുന്നവരാ നമ്മൾ തന്നെയല്ലേ. അതിനകത്ത് ആരെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ നേട്ടം കൊണ്ടൊന്നല്ല നമ്മുടെ നഗരസഭയ്ക്കകത്ത് ആശുപത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും മെച്ചപ്പെട്ടതുണ്ടാകുന്നത്. ഇപ്പൊ വിജയനൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു ബൈജു റോഡിനകത്ത് വെള്ളക്കെട്ട്, ഇന്നലെ ബൈജു റോഡിനകത്ത് വെള്ളക്കെട്ട് ഇതിന് മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ബൈജു റോഡും അതുപോലെ തന്നെ അരിമാർക്കറ്റ് റോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിൽ എത്ര പണം ചെലവാക്കി അവിടെ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യാതിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അത്തരം സമരങ്ങള് നമുക്ക് ഗുണകരമല്ല. അത് നന്നായി മനസ്സിലാക്കി പോകുന്നത് നിങ്ങളുടെ വ്യക്തി വിദ്വേഷങ്ങളും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നഗരസഭയ്ക്ക് ദോഷം വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയ നിലവാരത്തിലേക്ക് സന്ദർശനം കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാം മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നമ്മൾ വേണ്ടത്ര നമ്മള് അറിയാം. പക്ഷെ നമ്മൾ അവിടെ ഒരു യോഗം നടക്കുമ്പോൾ ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ യോഗം നടക്കുമ്പോൾ ഞങ്ങളൊരു കൗൺസിലർമാരും ആ യോഗത്തിൽ വിളിക്കാതെ വിളിച്ചു കയറില്ല. നമ്മള് യാതൊരു ഗവൺമെന്റ് ഒരു മീറ്റിംഗ് കണ്ടാൽ എല്ലാവരും പറഞ്ഞ് മാറി നിൽക്കാറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളവിടെ യോഗം അടിയന്തര യോഗം അത് ദേശീയ തലത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഡോക്ടർ സുബ്രഹ്മണ്യർക്ക് അന്ന് നടക്കുമ്പോൾ നമ്മുടെ 5 മിനിറ്റ് നമ്മൾ മാറി നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ വളരെയധികം പിറ്റേ ദിവസം ഞങ്ങളുടെ ഡോക്ടർമാർ കണ്ടപ്പോ എല്ലാ ഡോക്ടർമാരും വളരെയധികം ചെലവേർപ്പെടുത്തി. പ്രത്യേകിച്ച് അന്ന് തന്നെ ചെയർപേഴ്സന്റെ ഇത് കണ്ടു, നമ്മൾ റിപ്പോർട്ട് കണ്ടു. അപ്പൊ ചെയർപേഴ്സൺ പോലെ നമ്മുടെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മള് അക്ഷരാക്ഷ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സന്ദർശനമല്ല, അന്തർദേശീയ നിലവാരത്തിലുള്ള സന്ദർശനമായിരുന്നു. അത് വളരെ മോശകരമായിരുന്നു എന്ന് പറയാനുള്ളത്. ബിജെപിയുടെ സമരം പറയാം. ബിജെപിയുടെ സമരം നമ്മൾ ഒരാളെ പോലും ശല്യം നിൽക്കാതെ പുറത്തുനിന്നുകൊണ്ട് ഞങ്ങളോട് മാറി ചർച്ച ചെയ്തു. ഒരു രോഗികളെ പോലും ശല്യപ്പെട്ടാതെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്തിട്ടുള്ള പോലെ ഞാൻ അതൊരു രാഷ്ട്രീയത്തില അല്ലെങ്കിൽ കൗൺസിലർമാരോട് വ്യക്തിപരമായി ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നെ ആയാൽ പോലും പരസ്യമായ ഒരു കൗൺസിൽ യോഗത്തിൽ അവഗണിക്കുന്ന തരത്തിൽ പറഞ്ഞത് വിജയിക്കപ്പെട്ടാൽ വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളത്. അതൊന്നുമല്ല, ഈ ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും ഇത്തരം സമരങ്ങൾ ചെയ്യാൻ പാടില്ല. നേരത്തെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഇവിടെ ആര് കാട്ടിയാലും ഇവര് കാട്ടിയാലും അവരുടെ തെറ്റൊക്കെ തെറ്റന്നെ. അല്ലാതെ അവർക്ക് എന്തായാലും ആരാൾ നിരന്നിട്ട് ഇയാൾ ഇത്രയും രോഗികളുള്ള ഇപ്പൊ അവിടെ സമരം ചെയ്യാൻ തന്നെ അദ്ദേഹം കൊടുത്തു. ആർക്കാരെയും ആ സമയത്ത് അത്ര സമയം എന്തിനാ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ആ സമയത്ത് അപ്പത്തിന്റെ കളിയ സുഖം അപ്പുറത്തുണ്ട്. ഞാൻ എനിക്ക് ഫോൺ വിളിക്കുമ്പോ ഭയങ്കര മുദ്രാവാക്യമില്ല. എന്റെ പെങ്ങൾ വിളിക്കുമ്പോ ഓടി പോയതുകൊണ്ട് എന്നെ വിളിക്കുക. അപ്പൊ ഭയങ്കര ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ ബിജെപിക്കാര് ഭയങ്കര തർക്കമുണ്ടാക്കുക. വല്ല കാര്യം ഉണ്ടാകുന്നില്ല. വർദ്ധിപ്പിക്കുന്നില്ലാതെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയാ ഇവിടെ സമരം ചെയ്യാൻ സമരം ചെയ്യാം. എന്ത് പരിപാടിയാ മോശം. വേറൊന്നുമില്ല ചേർമാൻ. അത് കഴിഞ്ഞു. നമ്മുടെ ആശുപത്രിയിൽ ഭയങ്കര ഇതാണ് ഇപ്പോ. 2 മണി കഴിഞ്ഞാൽ 1 മണി കഴിഞ്ഞാൽ അവിടെ ആ ഒരു വാക്കാണ് കൂട്ടിയിട്ടുള്ളത്. അല്ല കാര്യം ഞങ്ങൾക്ക് പൊതുവെന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ പറയണല്ല. അവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പൊ. ഇഷ്ടം അതുപോലെ രോഗികൾ വരേണ്ട. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായി ഇടപെട്ട് അവിടുത്തെ OPയുടെ ഡോക്ടർമാര് മാറി അവിടെ വീണ്ടും ഡ്യൂട്ടി ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. രോഗികളെ അവിടെ കുഴഞ്ഞു വീഴാണ്. ഞാൻ ഇന്ന് രാവിലെ കൂടി പോയപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കുട്ടിക്ക് എത്തിയിട്ട് 8 മണിക്ക് ഞാൻ പെൻസിൽ പോലെയാണ് പോയി. ഇപ്പോഴത്തെ മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള സോണാണ്. അപ്പൊ അത് ഭയങ്കര ഇതാണ്. അപ്പൊ നേരിട്ട് അവിടുത്തെ നേഴ്സുമാരൊക്കെ ഭയങ്കര പരാതി പറയാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് തന്നെ ഇതിന് വരിക്ക് നിൽക്കണം ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് 100 ആൾക്കാർ. അപ്പൊ ഒരാളും കൂടി അപ്പുറത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹായമായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതാണ് പറയുന്നത്. വേറെ ഇവരെ പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിച്ച് അവിടുത്തെ രോഗികളെ അല്ലാണ്ട് സമരം ചെയ്യാറില്ല. അവർക്ക് സമരം ചെയ്യാനുള്ള
ഇതെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ രോഗികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെന്നാണ് പറയുന്നത്. സലീം അസീം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ എനിക്ക് സമയമില്ലാത്ത പോകുന്ന നിങ്ങൾ സമരം ചെയ്യാത്തതൊന്നുമല്ലാതെ ഞങ്ങളെതിരെ കഴിഞ്ഞ ആ അക്കൗണ്ടിന്റെ കൗണ്ടർ ശരിയാണെന്ന് വായിക്കാറില്ല. ആശുപത്രിയുടെ കൗണ്ടർ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു പൊടിച്ചു ഇതുപോലുള്ള അപ്പൊ അതൊരു സമരത്തിന്റെ രീതിയായിരുന്നു. ഈ പ്രസവമാണ് പഠിക്കുമ്പോ അതിന് ഇത്രയും കാലം നമ്മൾ 4 കൊല്ലം മുമ്പുണ്ടാക്കിയ 12, 13 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രസവമാക്കുന്നത്. ആ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് പ്രസവം ഈ സിസേറിയൻ പ്രസവം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലാണ് പറയാൻ പറ്റില്ല. അപ്പൊ അത് താലൂക്ക് ആശുപത്രിയിലാവുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യും. ആ പദ്ധതി വെച്ചപ്പോ അതിന് തടസ്സം അതിന് 2 മരമായില്ല. ഒരു ഫോറസ്റ്റ് ഓഫീസർ 3 മരങ്ങളുണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് അതിന്റെ വാല്യുവേഷൻ നിശ്ചയിച്ചു. ഒരാള് ഈ ആമത്താൾ എന്നൊരു മരം അറിയാതെ അത് കത്തിക്കാൻ പോലും പറ്റില്ല, കത്തില്ല. അത്തരം ഒരു മരമാണ്. ആമത്താള് ഒരു വട്ടല എന്നൊരു കൊടിയേരിയാണ്, ഒരു മദിരാശി മതി. ഈ 3 മരത്തിന് വാല്യുവേഷൻ നടത്തി. ആമത്താളിനായ എഴുതി ബന്ധുന്ന സാധാരണ ഒരു നാട്ടിലെ ഒരു പ്ലേസ് ഉണ്ട്, ബന്ധുക്ക് മാറ്റുന്ന സാധനമില്ല. അതെ ആ വാല്യുവേഷൻ അങ്ങനെ നടത്തിയപ്പോ അത് ഒരാളും ഓപ്ഷൻ നടത്താൻ തയ്യാറായില്ല. 3 പ്രാവശ്യം ഓപ്ഷൻ വെച്ചു, ആരും മുറിക്കാൻ തയ്യാറായില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സമയം പോയി. അപ്പൊ ഒരു ഇത് പണിയാതിരിക്കാൻ പറ്റില്ല, ശരിക്കും പണ്ടിങ്ങനെ ഒരു വൈദ്യുതി കൊടുക്കാൻ കഴിയില്ല എന്നതിന്റെ ഭാഗമായിട്ട് ശ്രീഹരി ബേബി സോമശേഖരനും കുടിക്കുക, അതിന്റെ കുറച്ച് ഭാഗം മുറിക്കുക തീരുമാനിച്ചു. വിഷയം ഞാൻ പറയാം. അപ്പോ അത് തീരുമാനിച്ചിട്ട് ഭാഗമായിട്ട് മരം മുറിക്കാൻ ചെന്നപ്പോ നമ്മുടെ ശിവു കുറച്ച് നമ്മുടെ രീതിക്ക് ഉടനെ വന്നു പറഞ്ഞു മരം മുറിച്ച് സെറ്റ് ചെയ്യാനാ, അല്ലാതെ ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. മനസ്സിലായ അതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രസവാട് അവസാനം കല്ലിടാൻ തീരുമാനിച്ചു. സർവകക്ഷി യോഗം വിളിച്ചു, എല്ലാവരും കക്ഷി നേതാക്കളെ വിളിച്ചു. പിന്നെ ദിവസം നമ്മള് തറക്കല്ലിടല്ലേ വിളിച്ചു. ശരി തറക്കല്ലിടാന്ന് പറഞ്ഞു. ദിവസം നിശ്ചയിച്ചു. അപ്പൊ അതിന്റെ തലേ ദിവസം ഞാൻ വീട് വെച്ചു കുഴപ്പമൊന്നുമില്ലോ എന്ന് വെച്ചു. ചെറിയൊരാലോചിക്കുന്നുണ്ട്. അപ്പൊ മറ്റേ ഷിബു പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത് കണ്ട ഞങ്ങളാണ് വരാൻ പോകുന്നു സാറാമേച്ചി. അപ്പൊ ഞാൻ എന്തായാലും ഇവരുടെ കൂടെ ചേർന്ന ഒരാളാണ് കുറെ കാലം. അപ്പൊ എനിക്ക് ഈ അപ്പനെ അറിയാലോ. അപ്പൊ അതെന്തായാലും പിറ്റേ ദിവസം തറക്കല്ലിടുന്ന നേരത്ത് തറവിച്ചു അവര് വന്നിട്ട് വരാനായപ്പോ നേരം വൈകിച്ചു. എല്ലാവരും കൂടി വരാൻ നേരം വൈകിട്ട് ഞാൻ തറക്കല്ലിടല്ലേ. അല്ല അവര് വന്നിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവര് വരാൻ അരമണിക്കൂർ ലേറ്റായി വന്നു. വന്നതിന് ശേഷം എന്താ തറക്കല്ലിടല്ലേ ചോദിച്ചു. തറക്കല്ല് സാറാമേച്ച് പ്രസവവാടല്ലേ ചെയർമാൻ വേണ്ട സാറാമേച്ച് തറക്കല്ലിട്ട് തറക്കല്ലിൽ പിടിച്ചോണ്ട് അപ്പൊ നല്ലൊരു സമയം എല്ലാവരും. അപ്പൊ ഇതേതായി നമ്മൾക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, സമരം ചെയ്യാറുണ്ട്. സമരമൊക്കെ ചെയ്യുന്നതിന് ഇതിനൊരു ഭാഗമാണ്. പക്ഷേ ഇത് മറ്റേ ബിജു തോമസിനൊന്നും ഇത് ഇങ്ങനെ ഒരു സംഘമാണോ, ആ സംഘത്തിന്റെ ഒരു പരിശോധനയുടെ സമയം സാധാരണ ഗതിയിൽ ചെയർപേഴ്സൺ അറിയിക്കാറുണ്ടല്ലോ ഇത്തരം ആളുകൾ വരുമ്പോൾ. അപ്പൊ ഇന്നിന്റെ കാര്യത്തിനാണ് പറയുന്നത് സൂപ്രണ്ടുണ്ടാവണം. സൂപ്രണ്ടല്ലേ, ആ സൂപ്രണ്ട് അവിടെ ഇല്ലാത്തൊരു പെട്ടെന്നൊരു അന്വേഷണ സംഘത്തിന്റെ ആവശ്യമില്ല. ഡെവലപ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ ചെയർപേഴ്സൺ അറിയിക്കണം, സൂപ്രണ്ട് ഉണ്ടാവണം, ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായില്ല എന്നുള്ളത് ആ സംഘത്തിന്റെ ഒരു വീഴ്ചയില്ല. അപ്പൊ എന്തായാലും ഏതായാലും ചേട്ടൻ
വളരെ ഭംഗിയായി ഞാനതിൽ ശ്രമിച്ചു. കാരണം ഇവിടെ ഈ കമന്റ്സിൽ ഉയർന്നു വന്നു 2-3 ദിവസം പത്രങ്ങൾ എഴുതിയിരുന്നു ഒന്നുമല്ല. ഇതൊക്കെ വളരെ നിസ്സാരമായ വിഷയമാണ്. ഷിബു തറക്കല്ലിരുന്ന സമയത്ത് മുദ്രാക്കി വിളിച്ചതായിരുന്നു ഏറ്റവും വലിയ കുഴപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ പാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഇങ്ങനെ ആക്കിയ ആ കഴിവുണ്ടോ അതിനെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരു നിലപാട് പറയാം. കേശവാലിന്റെ മുമ്പിൽ സമരം ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് യോജിക്കില്ല എന്നില്ല. ഞങ്ങൾ ആശുപത്രിയുടെ മുന്നിൽ നിരവധി സമരം ചെയ്തു. OP ടിക്കറ്റിനെതിരായിക്കൊണ്ട് ഈ കാണുന്ന കാർ പാർക്കിന്റെ മുന്നിൽ 14 ദിവസം സമരം ചെയ്തതിൽ ഒരാളാണ്. അപ്പോ സമരം ആശുപത്രിക്ക് എതിരാണ്. ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർഷിപ്പും അതിന് അനുമതി കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നടന്നത് രണ്ടുപേര് നടത്തി. BJP നടത്തി, കോൺഗ്രസ് നടത്തി. ഈ മഴക്കാല രോഗങ്ങളുടെ ഭാഗമായി ആളുകൾ തടിച്ചുകൊണ്ട് നടത്തിയ 2 സമരവും ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി എന്നത് നഗ്നമായ സത്യം. അത് ശുദ്ധിയുടെ ഹിതരാഷ്ട്രീയം തമ്മിൽ യാതൊരു ബന്ധമില്ല. ശരിക്കും പറയാം നമ്മുടെ അച്ചാചനങ്ങളിലേക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു 15 മിനിറ്റ് ഒന്നര ഗവൺമെന്റ് ഡോക്ടറില്ല ഒരാൾ പോലെ ഇതേപോലെ ഉണ്ടായത് 3 പേഷ്യന്റുകളോട് നിങ്ങളോട് പറഞ്ഞാണ് നിങ്ങളെ അപ്പൊ അവിടെ 250 രോഗികളോട് നിൽക്കുന്നുണ്ട്. എന്ന് പറയുന്നത് സത്യമാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. 15 മിനിറ്റ് വരെ ഞാൻ പറഞ്ഞ ഷാജി ചെറുതാനുള്ള ഷാജി എന്നോട് പറഞ്ഞ പ്രവർത്തകരാണ് നമ്മൾ സംസ്ഥാന വിളിച്ചു നോക്കൂ. അല്ല വിളിക്കണ്ട, ഒന്നാലും വിളിച്ചു ഡോക്ടറുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ്. ഡോക്ടർ ആരാന്ന് മനസ്സിലാക്കാതെയോ, ഡോക്ടർ അവിടെ ആരാന്ന് മനസ്സിലാക്കാതെയോ പരിശോധിക്കാം. അതെ, ഞങ്ങള് പത്രത്തില് വളരെ വ്യക്തമായിട്ട് കണ്ടു. കൗൺസിലർമാരുടെ എഴുതിയിട്ട് വഴിയിൽ കൂടെ പോയ ഒരു സ്ത്രീ പ്ലക്കാർഡ് പിടിച്ച് കൗൺസിലേഴ്സിന് കൂടെ നിന്നിരുന്നു. എന്തായാലും ഇപ്പൊ പക്ഷെ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ബാധിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. പോലീസ് കേസെടുത്ത നാളത്തെ സമരം ഉണ്ടാവില്ല. ഈ വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും പടർന്നു പിടിച്ച് നിർത്തുന്ന ഈ സാഹചര്യത്തില് അതൊക്കെ വെട്ടി വീശാനായിട്ട് ഇന്ന് നമ്മുടെ കൗൺസിൽ കഴിഞ്ഞ് 2 മണിക്ക് നമ്മുടെ കൗൺസിലർമാരും നമ്മുടെ ഹെൽത്ത് സാനിറ്റേഷൻ വർക്കർമാരും കൂടി നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങുന്നത് സമരമല്ല നമുക്ക് ആവശ്യം, അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം. അപ്പൊ 2 മണിക്ക് നമ്മളെല്ലാവരും ഹർബർ റോഡിലെ അവിടെ വഴി അടുത്തുള്ള പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളിൽ മാറ്റാനും എല്ലാവരും ഒത്തൊരുമിച്ച് ഇറങ്ങണം എന്ന ഒരു അഭ്യർത്ഥനയാണ് അടുത്ത അജണ്ടയിലേക്ക് കടന്നത്. അത് മഴക്കാല രോഗങ്ങളെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് പറഞ്ഞാൽ എനിക്ക് ആദ്യം ചെയർമാനോട് പറയണം എന്താ
നമ്മൾ പ്രവർത്തിക്കുക. ഒന്ന് പറയട്ടെ, ഈ മഴക്കാലം പനി പടർന്നിരിക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ലോക നിലവാരം ആക്കാൻ വേണ്ടി ചർച്ചയെല്ലാം നടത്തുന്നുണ്ട്. അവിടെ 1000-ഓളം വന്നിട്ട് ഹോസ്പിറ്റൽ പേഷ്യൻസിന് നോക്കാൻ വേണ്ട. അസി പറഞ്ഞ മാതിരി അവിടെ 1000 പേഷ്യന്റ് വരുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ അന്ന് ഒ പിയിലത്തെ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തിയാലാണ് നമുക്ക് അഭിപ്രായം. ഞങ്ങൾ പോവാൻ കാരണം എന്താ വെച്ചെങ്കിൽ എന്റെ വാർഡിലെ ഒരാള് ഡെങ്കിപ്പനി വന്നിട്ട് അവിടെ കാലത്ത് 8 മണിക്ക് വന്നതാണ്. 11 മണി വരെ അവരെ നോക്കാൻ ഡോക്ടർമാരില്ല. അതിന് ഒ പിയിലേക്ക് ആദ്യം ഡോക്ടർമാർ വന്നത് 8 മണി തൊട്ട് 10 മണി വരെ റൗണ്ട്സിന് പോയി. പിന്നെ ചർച്ച ലോക നിലവാരമാക്കാൻ നമ്മുടെ ആശുപത്രിക്ക് ചർച്ച ചെയ്യാൻ അവർ വന്നിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ പനിക്ക് പേർക്ക് തലയിട്ട് വീഴുക. അപ്പൊ ഒ പി ഡോക്ടർമാര് ഒ പിയിൽ പോയിരുന്നു നോക്കണം. ചർച്ച പിന്നെ മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി മഴക്കാലം എന്റെ വാർഡില് കണ്ടമാനം പനി, ഡെങ്കിപ്പനി, പനി, H1N1, എലിപ്പനി ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഴ്ച മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് സൂപ്പർവൈസർ ഒരു ലെറ്റർ കൊടുത്തു. ഞങ്ങളുടെ PHC നേഴ്സും ആശാ വർക്കറും ഇവരവിടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം ഈ പനിയുള്ള വീടിന്റെ പരിസരങ്ങളിൽ പോയിട്ട് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം 2 ദിവസം ഞാൻ അദ്ദേഹത്തിന് മുമ്പിലിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറ്റേ അങ്ങോട്ട് പോകാനാ. അപ്പൊ ഞങ്ങൾക്ക് അന്നൊരു നിർദ്ദേശം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർദ്ദേശം വന്നുകൊണ്ടോന്ന് ചോദിച്ചു. എന്റെ വാർഡിലെ പനി പിടിച്ച് 8 പേര് ഡെങ്കിപ്പനി പിടിച്ച് കിടക്കുമ്പോ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഒന്ന് പോവാന്ന് പറഞ്ഞാൽ പോവില്ല. അവിടെ പൊതു മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൽ ഫോഗിങ് നടത്തിയിട്ടില്ല. 2 ദിവസം ഫോഗിങ് നടത്തി. ഫോഗിങ് 15 മിനിറ്റാണ് ഫോഗിങ് നടത്തണത്. ഫോഗിങ് നടത്തി തോമസിന്റെ പാട്ടില്ലേ എന്ത് ഫോഗിങ് 15 മിനിറ്റ് 4 അടികൾ പൂന്നാണ് കാറ്റ്. പിന്നെ ഇവിടെ കേരള റോഡ്, ജിഗേഷൻ റോഡ്, അവിടെ കാനകൾ മൂടിക്കിടക്കുക. ഇവിടെ 15,000 രൂപ തന്നത് ചെയർമാൻ ഇന്നലെ മന്ത്രിയുടെ മീറ്റിംഗിലും പറഞ്ഞു, മറ്റേ മീറ്റിംഗിലും വന്നു. എല്ലാ കൗൺസിലർമാർക്കും 15,000 രൂപ കൊടുത്തു. ചെയർമാൻ കൊടുത്തു. ചെയർമാൻ പറഞ്ഞു പറയാ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ശനിയാഴ്ചക്ക് ചോദിച്ചു, HS-നോട് ശനിയാഴ്ച ചോദിച്ചു, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. എന്റെ പാടത്തിൽ എഴുതി കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് തന്നില്ല? പിന്നെ കിട്ടിയില്ല തന്നു പറയാ. ഞാനും ബിജു ഒന്നിച്ചു കൊടുത്താ. ബിജുവിന് കിട്ടി. ഏറ്റവും അവസാനം ഇവിടെ കഴിഞ്ഞ കൗൺസിലിന്റെ പറഞ്ഞു ചെയർപേഴ്സൺ ഹെൽത്ത് കമ്മിറ്റി കൂടാനും നഗരസഭയിലുള്ള നഗരത്തിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ ചെയർമാനും കൂടി പങ്കെടുക്കാണ്. അങ്ങനെ ഹെൽത്ത് കമ്മിറ്റി കൂടിയോ? ചെയർമാൻ അതിൽ പങ്കെടുത്തു. എന്ത് തീരുമാനം എടുത്താൽ നഗരമാണെങ്കിൽ ചീഞ്ഞ് നാല വെള്ളം കിട്ടും. ഹെൽത്ത് കമ്മിറ്റി കൂടി 4 തവണ വിവിധ വിഭാഗം ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് കൗൺസിലർമാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ശനിയാഴ്ച ഒരു കമ്മിറ്റി കൂടി ഉണ്ടായിരുന്നു. അതിന് കൗൺസിലർമാരെല്ലാവരും പങ്കെടുത്തിരുന്നു. അതിനു മുൻപ് നമ്മൾ വ്യാപാരികളെ വിളിച്ചു, അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം ആളുകളെ വിളിച്ചു, കുടുംബശ്രീ ആശാ പ്രവർത്തകരെ വിളിച്ചു, സ്കൂള് അധികാരികളെ വിളിച്ചു. അങ്ങനെ 4 ദിവസം തുടർച്ചയായിട്ട് 4 യോഗങ്ങൾ നടത്തി. അതിനുശേഷമാണ് നമ്മുടെ കൗൺസിലർമാരും ആരോഗ്യ വിഭാഗവും സ്കൂളും എല്ലാവരും കൂടി അവസാനത്തെ ഒരു യോഗം ശനിയാഴ്ച വിളിച്ചത്. അതിനുശേഷം അന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു 27, 28, 29 3 ദിവസങ്ങളിലെ ടൗണും അതുപോലെ തന്നെ എല്ലാവരുടെയും 37 വാർഡുകളിലും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് അതുപോലെയുള്ള പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നതിനും അതുപോലെ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്റെ വാർഡില് പത്രങ്ങളിലെ എല്ലാം വന്നു. വാപ്പ ബസാറിലെ പ്ലാസ്റ്റിക് കട, അതിന്റെ അപ്പുറത്തെ റോഡിലെ പ്ലാസ്റ്റിക് കട, അതിന്റെ അപ്പുറത്തെ റോഡിൽ ഇന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കടകളാണ് ഇടുന്നതെന്ന് പറഞ്ഞ് 6 മാസം മുമ്പ് ഞാൻ ലെറ്റർ കൊടുത്തു. നഗരസഭ ഉദ്യോഗസ്ഥന്മാര് പോയി, ഒരു നടപടി എടുത്തില്ല. ഹെൽത്ത് കമ്മിറ്റി വളരെ ദയനീയ പരാജയമാണ്. കാരണം എന്താ വെച്ചെങ്കില് നമ്മൾ കൗൺസിലർ എന്ന നിലയിൽ ഇന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് കടകളിൽ നിന്ന് വേസ്റ്റ് ഇന്ന സ്ഥലത്ത് ഇടേണ്ടതെന്ന് കൗൺസിലർ ഞാൻ എഴുതി കൊടുത്ത് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാര് പോയില്ല. ഞാൻ HS-നോട് പത്രം കൂടിയിട്ട് വെള്ളിയാഴ്ച പോയി കാലത്ത് പോയി കാണിച്ചു. HS ഇപ്പൊ തന്നെ പോകണമെന്ന്. നമ്മുടെ ജയമാർക്ക് പയ്യെ പുറത്തേക്കുന്ന ആരറിഞ്ഞില്ല. ഫോഗിങ്ങിന് വന്നാലും കൗൺസിലറെ ഞങ്ങൾ ഫോഗിങ്ങിന് വെള്ളമെടുക്ക വന്ന ജയമാരില്ല, HIമാര് വരുന്നില്ല. ഒരു HS മാത്രമായിട്ട് നടക്കേണ്ടി വരില്ലേ?
അപ്പൊ പിന്നെ ഇവിടെ നിങ്ങളെല്ലാരും പറഞ്ഞല്ലോ ഇവിടെ ആശുപത്രി പ്രവർത്തനം നടത്തിയത്. നമ്മുടെ നഗരസഭയിൽ ഒരു നേഴ്സ് ഉണ്ട്, ഒരു നേഴ്സ് ഇരിക്കുന്നുണ്ട് ജനമന കേന്ദ്രത്തില്. കക്കാട് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം ഉണ്ട്, അവിടേക്ക് ആ നേഴ്സിനെ പോസ്റ്റ് ചെയ്യണം. എന്താണ് ഇത്രയും പനി പിടിച്ച് നമ്മുടെ നഗരത്തില് ഇത്രയും ഭീതിയായി നിൽക്കുന്ന നേരത്ത് നമ്മളവിടെ നേഴ്സിംഗിന്റെ പോസ്റ്റുള്ള ആളെ അവിടെ ഇരിക്കില്ല. ഈ സമരം ചെയ്ത് അതും കുറ്റാവാസിയാ. ഞാൻ പറഞ്ഞ നഗരസഭയുടെ ഇവിടെ ജനമന കേന്ദ്രത്തിൽ നേഴ്സ് ഇരിക്കുന്നില്ലേ, അവരെന്നെ അവിടെ കക്കാട് കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കാൻ അവിടെ ഇപ്പൊ ബിനീഷിന്റെ നേതൃത്വത്തിൽ അത് വളരെ വൃത്തിയായി വളരെ ചെയ്തു. ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, നഗരസഭയ്ക്ക് ഡോക്ടർമാരെ വെക്കാം, നഴ്സുമാരെ വെക്കാം. നമുക്ക് കക്കാട് ഉള്ള നമ്മുടെ സ്ഥലത്ത് ഒരു ഡോക്ടറും 2 നഴ്സുമാരും വെക്കണം. വേണമെങ്കിൽ നഗരസഭയിലും വെക്കണം കാര്യങ്ങൾ നടത്താൻ ഒരു നഴ്സിംഗ് ഡോക്ടറെ. ഇത് അല്ലാതെ വെറുതെ നമ്മുടെ നഴ്സിന് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ചെയർമാനോട് കാര്യങ്ങൾ ചെയ്യാം. അവന് നഴ്സിനെ ഇന്ന് തന്നെ കക്കാട് കൊണ്ടുപോയി ഇരുത്താനും നിർത്താനും അവിടെ ഡോക്ടറെ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ അതൊന്നും ചെയ്യാതെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആർക്കാ വേണ്ട ആയുർവേദം, ആർക്കാ വേണ്ട അലോപ്പതി മെഡിക്കൽ ക്യാമ്പല്ല, ഇവിടെ ഡോക്ടർമാരെ നിർത്തി കാര്യങ്ങൾ നഗരം വൃത്തിയാക്കണം. അതല്ല, ഓരോ വാർഡ് കൗൺസിലർമാരും ഡേറ്റ് തരുന്നതിനനുസരിച്ചാണ് നമുക്കിവിടെ ഏത് ക്യാമ്പുകളൊക്കെ നടത്തേണ്ടതെന്നുള്ളത് പറയുന്നത്. അത് നമ്മൾ കൂടി ആലോചിച്ച് ഏത് ദിവസം നമ്മൾ മുൻകൂട്ടി പറഞ്ഞാലാണ് അതിന് ആവശ്യമായ മെഡിസിൻസ് ഇറക്കാൻ പറ്റുള്ളൂ. ഹോമിയോ ഇപ്പൊ 4 വാർഡുകളിലും ഇപ്പൊ പല വാർഡുകളിലും ആയുർവേദം അതുപോലെ തന്നെ അലോപ്പതി ഹോമിയോ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയും ക്യാമ്പ് നടത്താൻ ആവശ്യമുള്ള കൗൺസിലർമാര് 1-2 വാർഡുകൾ കൂടി ഒരു ക്യാമ്പ് വെച്ചാലും മതിയോ. ആ ഡേറ്റ് കൊടുക്കുക, അടിയന്തരമായിട്ടുള്ള അതിന്റെ നടപടി സ്വീകരിക്കാം. പനി വരാതിരിക്കാനുള്ള പ്രതിരോധ നല്ല മരുന്നുകൾ ഹോമിയോയിലുണ്ട്, അതിന്റെ ക്യാമ്പുകളോ അല്ലെങ്കിൽ ആയുർവേദോ ഏത് വേണമെങ്കിൽ നടത്താൻ നമ്മള് PHCകളൊക്കെ തയ്യാറാണ്. അത് നമ്മൾ ഓരോ കൗൺസിലർമാരും ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് ഡേറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവിടുന്ന് വെക്കുന്ന ഡേറ്റിൽ അവർക്ക് നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാര്യങ്ങൾ പറയണം, അങ്ങനത്തെ സ്ഥിതിയായതുകൊണ്ട് പറയണം. ശനിയാഴ്ച ഇവിടെ മീറ്റിംഗിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പറഞ്ഞു നിങ്ങളുടെ പരിസരം വൃത്തിയാക്കണം, തട്ടുമ്പുറത്ത് വെള്ളമാണ്. നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തട്ടുമ്പുറത്തുള്ള പൊതുകളുടെ മലിനജലം കെട്ടിയത് അതാണ്. ഇതൊന്നും വൃത്തിയാക്കാതെ നഗരസഭയുടെ സ്ഥാപനങ്ങൾ വൃത്തിയാക്കാതെ കാട്ടേപ്പാറയുടെ കമ്പൽ സ്റ്റേഷനത്തെ വെള്ളം കംപ്ലീറ്റ് വെള്ളം കൂടെ അവിടെ കെട്ടിക്കിടക്കുക. ഇതൊന്നും നഗരസഭയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ജനങ്ങളുടെ ഇരട്ട കമത്തിക്കോ ടയറ് തിരിച്ചിട്ടോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവിടുത്തെ രോഗങ്ങൾ മാറില്ല. നമ്മുടെ ഹെൽത്ത് വിഭാഗം ശക്തമായി രംഗത്തിറങ്ങണം. അവരിപ്പോ രംഗത്തിറങ്ങണില്ല. പിന്നെ ഹെൽത്ത് വിഭാഗത്തിന്റെ സഹായം വേണമെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാരോ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് കൊടുത്തതാ എന്റെ വാർഡിൽ എന്റെ പ്രദേശത്ത് ഡെങ്കിപ്പനിയുണ്ട്, അവിടേക്ക് വരണം, നിങ്ങൾ അവിടുത്തെ ജനങ്ങളെ കാണണം, അവിടെ എന്താ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2 ദിവസം ഞാൻ ഇവിടെ കെട്ടിത്തിരിഞ്ഞിരുന്നു. ഇതിനെതിരെ നടപടി ഉണ്ടാവുന്ന നമുക്ക് കാര്യങ്ങൾ പറയുന്നത് നഗരസഭയുടെ വേണ്ടത്ര സഹകരണം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അവിടെ ഈ OP-യിലൊക്കെ വളരെ തിരക്കുള്ള സമയമാണ്. പഴങ്ങളുണ്ട്, അത് ജീവിച്ചുകൊണ്ട് വിവിധ പാടുകളാക്കിക്കൊണ്ട് ആക്രമണ നിർദ്ദേശങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് ഇതിനാണ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇവിടെ സമയത്തില്ല ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ നടത്തുന്ന സമരങ്ങൾ അത് സാധാരണ എറണാകുളത്ത് സ്വയം പരിശോധിച്ചുകൊണ്ടേ വരിക. അത് ചെയ്തുകൊണ്ടെത്താൻ വരും. ഇപ്പൊ ഒരു സംഘം വന്നു, മെഡിക്കൽ സംഘം വന്നുപോയി എന്ന് പറഞ്ഞു. ആ സംഘം വന്നുപോയതുകൊണ്ട് ഇനി ആ ആനുകൂല്യം ഈ സർക്കാർ ആശുപത്രിക്ക് കിട്ടുന്നതായുള്ള വികസന പ്രവർത്തനങ്ങളുടെ ആ സംഖ്യ കിട്ടാതെ വരുമോ? അതിൽ ചെയർപേഴ്സൺ വഴിയിൽ ഇടപെട്ടിട്ടുണ്ടോ? അതറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ നിറയെ ഡെങ്കിപ്പനി H1N1 പോലെയുള്ള അസുഖങ്ങളൊക്കെ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയില് ഇതെല്ലാം ഒരു വാർഡില് അടുത്തടുത്താണ് രോഗികളൊക്കെ എടുക്കുന്നത്. അവിടെ
ജനലൊക്കെ പൊട്ടിയിരിക്കുക, ചില്ലൊക്കെ പൊട്ടിയിരിക്കുക. ഈ പൊട്ടിയ ചില്ലിലൂടെ കൂടെ ഒക്കെ കൊതുകുകളാണ്. അപ്പൊ ചില ഭാഗങ്ങളില് ഈ കാർഡ്ബോർഡോ അല്ലെങ്കിൽ അട്ടപ്പെട്ടിയുടെ അതൊക്കെ വെച്ചിട്ടാണ് അടച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ കൂടെ കൊതുക് വരുന്നുണ്ട്, കേളാപ്പാട്ട് പോലത്തെ ജീവികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യം, ഞാനിപ്പോ ഇന്നലെ കണ്ട കാര്യം ഇപ്പൊ പറയുന്നത്, അതെല്ലാം ഞങ്ങൾ പറയാറുണ്ട്, അത് നടക്കാറില്ല. അപ്പൊ ഇത് ഈ മറ്റേ റോട്ടി ക്രമീകരിക്കുന്നത് ഞാൻ പറയാറുണ്ട്, അത് നടക്കാറില്ല. അത് HMC പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ അവിടെ എല്ലാവരും ഇരിക്കണം, മിക്സഡ് എടുക്കണം. അപ്പൊ ഒരാളെ കൂടെ നിൽക്കുന്ന ആൾക്കും അവരും ഡെങ്കിപ്പനിയുടെ പോകുന്നത്, അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ ചില്ലുകൾ പൊട്ടിയിട്ടുള്ളത് കൂടെ കൊണ്ടുവരും, കൊണ്ടുവരാണ് അതിന് മൂലകാരണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ചില്ല് പൊട്ടിയിട്ടുള്ളത് ശരിയാക്കാനുള്ള നടപടികൾ നഗരസഭ ശ്രദ്ധയിലുണ്ട്.